Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ നമുക്ക് ആദ്യം മാർക്കറ്റിലോട്ട് തന്നെ ഒന്ന് പോയിട്ട് വരാം. മാർക്കറ്റിലോട്ട് നോക്കുമ്പോൾ ടെക്നോളജി സ്റ്റോക്കിന് അനുകൂലമായ ഒരു കമൻ്റ് ആയിരുന്നു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതായത് കമ്പ്യൂട്ടർ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ടാക്സിൽ എക്സംഷൻ ആണ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു എക്സംഷൻ കമൻസ് ആണ് യുഎസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതിൽ മാർക്കറ്റ് നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു മാർക്കറ്റ് എടുത്തിരുന്നത്. നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ ഡൗ ജോൺസ് 0.78% ഒരു നേട്ടം രേഖപ്പെടുത്തി. S&P 500 0.79% ഒരു നേട്ടവും, നാസ്ഡാക്കിൽ 0.64% ഒരു നേട്ടവുമാണ് കാണാൻ സാധിച്ചത്. കൂടാതെ ടെക്നോളജി സ്റ്റോക്കിലൊക്കെ ഒരു മുന്നേറ്റവും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന അമേരിക്കൻ വിപണിയിലുള്ള നേട്ടം നമുക്ക് ഇപ്പോഴും അതൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും 42,400 പോയിന്റിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. സോ വി ഹാവ് ടു ബി പേഷ്യൻറ്റ് ആൻഡ് നമുക്ക് ഇനിയും അമേരിക്കൻ വിപണിയിലെ വോളറ്റിലിറ്റി വരാൻ നല്ല സാധ്യത കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഈ ആഴ്ച ഒരു താഴോട്ട് ഒരു കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 38,000 പോയിന്റ് ആയിരിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും സിമിലർ സ്റ്റോറിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും ഇന്നലെ ഒരു നേരിയ ഒരു ടാപ്പിംഗ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിലും വീക്ക്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ 20,300 പോയിന്റ്. അമേരിക്കൻ വിപണിയിൽ ഇത്രത്തോളം ഒരു ബെയറിഷ്നെസ് ഉണ്ടെങ്കിൽ തന്നെ എന്റെ ശ്രദ്ധ 2 നാസ്ഡാക്ക് ലിസ്റ്റഡ് സ്റ്റോക്സിലോട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ടെസ്ലയുടെ കേസിൽ $280 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടും. അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഒരു റിക്കവറി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന മറ്റൊരു ഓഹരി എൻവിഡിയയുടെ കേസിൽ ഇന്നലെ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. ബട്ട് ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്നും തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ 102, 105 ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് ശ്രദ്ധിച്ചിരിക്കും. നമുക്കിനി ഒന്ന് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പോസിറ്റീവായ രീതിയിലുള്ളൊരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ബ്രെൻഡ് ക്രൂഡ് 0.1% ഒരു നേട്ടം രേഖപ്പെടുന്നുണ്ട്. ക്രൂഡ് ഓയിലും 0.1% ഒരു ഫ്ലാറ്റ് നേട്ടത്തിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡിന്റെ കേസിൽ ഔട്ട്ലുക്ക് ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്ക് വലിയൊരു സെൽ ഓഫ് ആയിരുന്നു വീണ്ടും ക്രൂഡിൽ കാണാൻ സാധിച്ചത്. സോ ക്രൂഡിന്റെ കേസിൽ ഈ ഒരു ഷോർട്ട് കവറിംഗ് തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ $67, ആസ് എ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട $58. സാർ, നമുക്കിനി ഗോൾഡിലോട്ട് കൂടി ഒന്ന് പോയി വരാം. ഗോൾഡിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഒരു നേട്ടം ഇപ്പോൾ രേഖപ്പെടുന്നുണ്ട്. 0.39% ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ദിവസം ഒരു ചെറിയ നെഗറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് രേഖപ്പെടുത്തിയാണ് ഈ ഒരു ഗോൾഡ് ട്രേഡിംഗ് നടന്നെങ്കിൽ അതിന് മുമ്പത്തുള്ള 3 ദിവസങ്ങളിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്ന ഒരു ഗോൾഡിനെയാണ് കാണാൻ സാധിച്ചത്. കൂടാതെ പുതിയൊരു ഇൻട്രാഡേ ഹൈയും ഗോൾഡ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ഗോൾഡ് ഇപ്പോൾ ഒരു നേട്ടത്തിൽ തന്നെയാണ്. ഗോൾഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ സൂചിപ്പിച്ചു, എന്നെ കുറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മൂവ്മെന്റ് നമുക്ക് സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നത്. അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3155 ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിരിക്കും. കറന്റ് ലെവൽസിൽ വീണ്ടും പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, നമുക്കിനി ആഭ്യന്തര മാർക്കറ്റിലോട്ട് പോകാം. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് മികച്ചൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50 നോക്കുമ്പോൾ 22,828 എന്നൊരു ലെവലിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ഏകദേശം 2% അടുത്തൊരു നേട്ടം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 429 പോയിന്റിൻ്റെ ഒരു നേട്ടമായിരുന്നു. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എടുത്തൊരു മാർക്കറ്റ്, പിന്നീട് അങ്ങോട്ടൊരു കൺസോൾട്ടേഷൻ, ഒരു സൈഡ് വൈസ് രീതിയിലുള്ള ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ് വരും നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ മികച്ചൊരു മുന്നേറ്റം തന്നെ മാർക്കറ്റ് രേഖപ്പെടുത്തിയിരുന്നു. നിഫ്റ്റി 50ൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ ദിവസം ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചതെങ്കിലും നിഫ്റ്റി 50യുടെ കേസിലും ഞാൻ ഈ ഒരു റിക്കവറിയെ ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്തുന്നുള്ളൂ. നിഫ്റ്റി 50യുടെ കേസിൽ ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് 23,100 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് വീണ്ടും ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സോ അടുത്ത 2-3 സെഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും.
ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ തുടർച്ചയായിട്ട് 2-3 ട്രേഡിംഗ് സെഷൻസിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി വിൽ സി എ ട്രെൻഡ് റിവേഴ്സൽ. സാർ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കൂടി ഒന്ന് പോയി വരാം. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ 51,002 എന്നൊരു ലെവലിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. 762 പോയിന്റിൻ്റെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. അതായത് 1.52% ഒരു നേട്ടം. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ട്രേഡിങ്ങും ഒരു ഷോർട്ട് കവറിംഗ് ആണോ സാർ? ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണുന്നുണ്ട്. എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു ലെവലുകൾ? ബാങ്ക് നിഫ്റ്റിയുടെ കേസിലെ സ്റ്റോറി ഇസ് ലിറ്റിൽ ഡിഫറെന്റ്. എന്നാൽ നിഫ്റ്റി 50 നമ്മൾ ട്രംപിന്റെ ടാരിഫ് നയത്തെ തുടർന്ന് വലിയ സെൽ ഓഫ് കണ്ടപ്പോൾ പോലും നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു റെസിലിയൻസ് കാണാൻ സാധിച്ചു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു ഇടിവുണ്ടായിരുന്നെങ്കിലും അത് ആ ഒരു മേജർ സപ്പോർട്ട് എല്ലാം നിലനിർത്താൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു നേട്ടത്തിനെ തുടർന്ന് വീണ്ടും ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 51,250. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. 300 മുതൽ 500 പോയിന്റിന്റെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. യെസ് സാർ. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക്കിലോട്ട് പോകാം. സ്റ്റോക്ക് സ്പെസിഫിക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് റെയിൽവേ സെക്ടറിൽ നിന്നാണ്. ഇർക്കോൺ ഇൻ്റർനാഷണലിനെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ 2.68% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 149 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ വലിയ തോതിലുള്ള ഏകദേശം 35% ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. അടുത്തൊരു മാസം അതായത് മാർച്ചിൽ 10% ഒരു നേട്ടവും സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഒരു ന്യൂസ് ആയിട്ടുള്ളത് അജ്മീർ ഡിവിഷനിൽ 20 സ്റ്റേഷനുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 127 കോടി രൂപയുടെ ഒരു ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചതെന്നൊരു ന്യൂസുമാണുള്ളത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ഇർക്കോണിന്റെ കേസിൽ RVNL, IRFC മുതലായ റെയിൽവേ സ്റ്റോക്സിനോടൊപ്പം തന്നെ കഴിഞ്ഞ 4-6 മാസങ്ങളായിട്ട് വലിയൊരു സെൽ ഓഫാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 132 രൂപയിൽ നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 162 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 174, അതിനുശേഷം മേജർ റെസിസ്റ്റൻസ് 203 രൂപയിലും ആയിരിക്കും. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ലോധയെ പറ്റിയാണ്. ലോധയെ പറ്റി നോക്കുമ്പോൾ 1% ഒരു നേട്ടമാണ് കഴിഞ്ഞൊരു ട്രേഡിംഗ് ഡേയിൽ കാണാൻ സാധിച്ചത്. 1122 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോധയെ പറ്റി നമുക്ക് പറയാനുള്ളത്, ഒരു ന്യൂസ് പറയാനുള്ളത്, ലോധോ സഹോദരന്മാർ, അതായത് കമ്പനിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആ തർക്കങ്ങൾക്ക് ഇപ്പോൾ ഒരു പരിഹാരമായി എന്നൊരു തരത്തിലുള്ള ന്യൂസാണ് ലഭ്യമായിട്ടുള്ളത്. ലോധയെ പറ്റി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണിയിൽ ഏകദേശം 5000 കമ്പനികളുടെ ഷെയർസ് നമുക്ക് വാങ്ങാൻ അവസരമുണ്ട്. സോ നമ്മൾ റിസ്ക് കുറച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ആ റിസ്ക് എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക, കമ്പനിയുടെ ചാർട്ട് സ്റ്റഡി ചെയ്യുക, മാനേജ്മെന്റിന്റെ ക്രെഡൻഷ്യൽസ് നമ്മൾ പഠിക്കുക. അതായത് ഇപ്പോൾ മാനേജ്മെന്റിൽ ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ ലോധ ഗ്രൂപ്പിലെ ഫാമിലിക്കിടെ എന്തൊക്കെയോ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. സോ അത്തരം സ്റ്റോക്സ് ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. നമുക്കിപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിലുള്ള ഇൻഡസ്ട്രി ലീഡേഴ്സ് ആയിട്ടുള്ള ഗോദ്രേജ് പ്രോപ്പർട്ടി, DLF, ഓബ്രോയ് റിയാലിറ്റി, ശോഭ മുതലായ സ്റ്റോക്സ് ആയിരിക്കും നമ്മൾ ഫോക്കസിലോട്ട് കൊണ്ടുവരേണ്ടത്. സാർ, അടുത്ത ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് സൈഡസ് ലൈഫ് സയൻസിനെ കുറിച്ചാണ്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 2.9% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 868 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഈ ഒരു ഫാർമ സെക്ടർ സ്റ്റോക്കിനെ സംബന്ധിച്ച് ചില പോസിറ്റീവ് ന്യൂസ് ഉള്ളത്, US FDA നിന്ന് ചില മരുന്നുകൾക്കുള്ള ഒരു അപ്രൂവൽ ലഭിച്ചു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സൈഡസിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് ഒരു ലാർജ് ക്യാപ് സ്റ്റോക്ക് അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഈ സ്റ്റോക്കിൽ ഒരു മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 790 രൂപയില. സോ കൈവശം നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 965 രൂപയുടെ റെസിസ്റ്റൻസ് ആദ്യം തന്നെ ബ്രേക്ക് ചെയ്യണം. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1025 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സാർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഹാവൽസ് ഇന്ത്യയാണ്. ഹാവൽസ് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ന്യൂസ് ആയിട്ടുള്ളത് ഗുജറാത്ത് ആസ്ഥാനമായുള്ള സോളാർ മൊഡ്യൂൾ ഇൻവെർട്ടർ നിർമ്മാതാക്കളുമായി അവിടെ ഒരു 600 കോടി രൂപയുടെ നിക്ഷേപം കമ്പനി നടത്താൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഏതായാലും സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡിൽ നോക്കുമ്പോൾ 4% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 1532 എന്നുള്ളൊരു ട്രേഡർ പ്രൈസുമാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 25% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹാവൽസിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ ഒരു സപ്പോർട്ട് ബേസ് 1380 1390 ഈ ഒരു റേഞ്ചിൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന് 1575 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 1720, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ശക്തി പമ്പാണ്. നിലവിൽ 4% ഒരു നേട്ടമായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 935 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർച്ച് മാസത്തിൽ ഒരു 20% നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് മനസ്സിലാകുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ശക്തി പമ്പിന്റെ കേസിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ 820 രൂപയായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 1040 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് പരാസ് ഡിഫൻസ് ആണ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 4% ഒരു നേട്ടം കഴിഞ്ഞ ദിവസത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചിരുന്നു. നിലവിൽ 973 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നടക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 38%-ഓളൊക്കെ ഒരു താഴെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ പരാസ് ഡിഫൻസ് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കായിട്ടാണ് വിലയിരുത്തുന്നത്. ഈ സ്റ്റോക്കിൽ മറ്റ് ഡിഫൻസ് സ്റ്റോക്സിനോടൊപ്പം തന്നെ കഴിഞ്ഞ 5-8 മാസത്തിനിടെ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നടന്നിരിക്കുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് 800 രൂപയ്ക്ക് അടുത്ത് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ആയിട്ട് തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 790, 800 ഈ ഒരു റേഞ്ചിലുള്ള സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1070 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കാൻ പോകുന്നുള്ളൂ. സാർ, അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് നിഫ്റ്റി 50-ൽ ഹെവി വെയിറ്റ് ആയിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 2.8% ഒരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 1218 എന്നുള്ളൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു 1%-ൻ്റെയൊക്കെ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. മന്ത്ലി ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ട്രംപിന്റെ ടാരിഫ് നയത്തെ തുടർന്ന് നിഫ്റ്റി 50-ൽ ആ ഒരു ഇടിവില് നയിച്ച ഒരു സ്റ്റോക്ക് ആയിരുന്നു. സോ അതിനുശേഷം കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 1240, 1260 കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സ് ആകാൻ പോകുന്നുള്ളൂ. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് അപ്പോളോ പൈപ്സ് ആണ്. അപ്പോളോ പൈപ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1.2% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 392 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന ഒരു സ്റ്റോക്കായിരുന്നു ഈ ഒരു സ്റ്റോക്ക്. എന്നാൽ ലാസ്റ്റ് ഒരു മാസം നോക്കുമ്പോൾ ഒരു 11% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അപ്പോളോ പൈപ്സിന്റെ കേസിലും ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്.
ആൻഡ് മറ്റ് സ്മോൾ ക്യാപ് സ്റ്റോക്സിനോടൊപ്പം തന്നെ 2024 ആരംഭം മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫാണ് നടന്നിരിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു പീക്ക് ലെവൽ നോക്കുമ്പോഴേക്ക് ഏകദേശം 800 രൂപയിലായിരുന്നു ഇത് ട്രേഡിംഗ് നടത്തി വന്നത്. ആൻഡ് കഴിഞ്ഞ 2 മാസത്തിന് മുൻപ് ഇതൊരു 52 വീക്ക് ലോ ലെവലിലോട്ട് പോയിരിക്കുന്നത് 320 രൂപയ്ക്ക്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നേരിയൊരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ട്. ബട്ട് ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ വന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 310 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഷോർട്ട് ടേമിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 430 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സർ, അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഫൈനാൻഷ്യൽ സെക്ടറിൽ നിന്നാണ്. സാർ എന്തായാലും ഈ ഒരു സെക്ടറിനെ കുറിച്ചൊരു വ്യൂ കഴിഞ്ഞ ഒരു മാർക്കറ്റ് പ്ലേസിലൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റോക്കായിട്ട് എടുത്ത് ചോദിക്കാനുള്ളത് പൂനാവാല ഫിൻകോപ്പാണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഒരു 4% അടുത്തൊരു നേട്ടമായിരുന്നു കഴിഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 366 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക്, എന്നാൽ മാർച്ചിൽ ഒരു 24% നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പൂനാവാല ഫിൻകോർപ്പ് മറ്റ് പല ഫൈനാൻഷ്യൽ സർവീസസ് സ്റ്റോക്സിനോടൊപ്പം തന്നെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ 4 ആഴ്ചക്കിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 318 രൂപയുടെ സപ്പോർട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 400 മുതൽ 415 ആ ഒരു റേഞ്ചിലായിരിക്കും. സർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 3.2% നേട്ടമാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ട്രേഡിംഗ് കാഴ്ചവെച്ചത്. 171 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 50% താഴെയായിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസത്തിൽ ഒരു ചെറിയ നേട്ടം രേഖപ്പെടുത്തിയിട്ടാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ആദ്യം തന്നെ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് എ ഡിസ്ക്ലോഷർ. എനിക്ക് പേഴ്സണലായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ നിലവിലുണ്ട്. ആൻഡ് ഇതിൻ്റെ ലോങ് ആൻഡ് ഷോർട്ട് ട്രെൻഡ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സോ ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ നല്ലൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് ആദ്യം തന്നെ 180 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 180ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 195 ബട്ട് ഇതിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 225 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ ആൻഡ് ഇതിൽ മേജർ സപ്പോർട്ടായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് 138 രൂപ. സർ, അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് വണ്ടർ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് കഴിഞ്ഞ ഒരു ട്രേഡിംഗ് കാഴ്ചവെച്ചത്. 162 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വണ്ടർ ഇലക്ട്രിക്കൽസ് ഈസ് എ വെരി സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 അത് തീർച്ചയായിട്ടും ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് വരാൻ പോസിബിലിറ്റി കാണാനും സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 145ന്റെ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡേഞ്ചറസ് ആയിരിക്കും. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓക്കെ സാർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് സുസ്ലോണിനെ പറ്റിയാണ്. സുസ്ലോണിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയിൽ ഒരു സ്റ്റോക്ക് 3.5% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 53 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് മാർച്ചിൽ ഒരു നേട്ടം രേഖപ്പെടുത്തി 13% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആണ് കാഴ്ചവെച്ചത്. സുസ്ലോണിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുസ്ലോണിന്റെ കേസിൽ വീണ്ടും ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് പേഴ്സണലി ഒരു ലോങ് പൊസിഷൻ ഉള്ള ഒരു സ്റ്റോക്കാണ് സുസ്ലോൺ. സുസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 60 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.
60ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 66 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 45 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. സർ, അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് കല്യാൺ ജുവലേഴ്സിനെ പറ്റിയാണ്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 3% ഒരു നേട്ടമായിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ കാണാൻ സാധിച്ചത്. 510 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു പാസ്റ്റ് ട്രേഡിംഗ് പരിഗണിക്കുമ്പോൾ ജനുവരി മാസത്തിൽ വലിയ തോതിലുള്ള ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. ഏകദേശം 34% ഒരു ഇടിവായിരുന്നു ജനുവരി മാസത്തിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. തുടർന്ന് അങ്ങോട്ട് അടുത്ത മാസത്തിലും ഒരു ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്ക് മാർച്ചിൽ ചെറിയൊരു നേട്ടം രേഖപ്പെടുത്തുകയും ഈ മാസം ഒരു 9% നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ കല്യാൺ ജുവലേഴ്സ് ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ ഒത്തിരി വോളറ്റിലിറ്റി ആയിരുന്നു നമുക്ക് നൽകിയിരിക്കുന്നത്. ഓൾ ടൈം ഹൈ ലെവലിൽ നിന്നും വലിയൊരു സെൽ ഓഫ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ നടന്നത്. എങ്കിലും കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് 390 രൂപയ്ക്ക് അടുത്ത് ഫോം ചെയ്തു വരുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 522, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 580, അതിനുശേഷം 620 ആയിരിക്കും. സാർ, അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഗ്ലോബൽ ഹെൽത്ത് ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ 3.4% ഒരു നേട്ടമാണ് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 1269 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഗ്ലോബൽ ഹെൽത്തിന്റെ കേസിലും നമുക്ക് കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാനില്ല. ദിസ് അഗെയിൻ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ നമ്മുടെ കൈവശം ഇത്തരം സ്റ്റോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാവൂ. എങ്കിലും കഴിഞ്ഞ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ നമുക്ക് നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 1290 രൂപയായിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. അതിനുശേഷം 1370, അതിനുശേഷം 1460. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1080 രൂപയുടെ സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അവസാനമായൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് NMDC ആണ്. സ്റ്റോക്ക് നമുക്ക് നോക്കുമ്പോൾ 2.5% ഒരു നേട്ടമാണ് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 62 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 30% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NMDC മെറ്റൽ സെക്ടറിൽ പെട്ടിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ആൻഡ് ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന് വളരെ മികച്ച സപ്പോർട്ട് ഒരു 58-60 റേഞ്ചിലുണ്ട്. സോ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 66, അതിനുശേഷം 73 ആയിരിക്കും. ഈ 2 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് ഞങ്ങൾക്കായി ഷെയർ ചെയ്തതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീക്കിലെ ട്രേഡിംഗ് ഡേയ്സ് നോക്കുമ്പോൾ ആകെ 3 ട്രേഡിംഗ് ദിനങ്ങൾ മാത്രമാണുള്ളത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. ഇതോടെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.